ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ചിന്തകളെ മുറുക്കി പിടിച്ചാൽ എന്ത് പോക്രിത്തരവും കാണിച്ചിട്ട സംരക്ഷണം കിട്ടുന്ന ഒരു യുഗമുണ്ടായിരുന്നു, പിണറായി യുഗം. ആ യുഗം അവസാനിച്ചുവെന്ന് ഇരുവിവരം പോലീസിന് മാത്രം മനസ്സിലായില്ല. മാസങ്ങൾക്ക് മുമ്പാണ് അവിടെ പ്രായം തികയാത്ത ഒരു കുട്ടിക്ക് നേരെ അതിക്രമണമുണ്ടായി പോക്സോ കേസ് ചുമത്തിയത്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇരുവിവരം പോലീസ് സ്റ്റേഷനിൽ. ഇരയാക്കപ്പെട്ട കുട്ടിയും ആ കുട്ടിയുടെ പിതാവും ഇന്ന് മാധ്യമത്തിന് മുന്നിൽ വന്ന് യാചിക്കുകയാണ്. 11 വയസ്സുള്ള ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വിമുഖത കാണിക്കുന്നതായി കുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണം. മാസങ്ങളായി തുടർന്ന ക്രൂരതയ്ക്കൊടുവിൽ കുട്ടി സ്കൂൾ അധികൃതരോട് വിവരം വെളിപ്പെടുത്തിയതിനെ തുടർന്നാണ് ചൈൽഡ് ലൈൻ ഇടപെട്ട പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ തിരുവോണ നാളിലാണ് പീഡന പരമ്പരയുടെ തുടക്കമെന്ന് രക്ഷിതാക്കൾ പറയുന്നു. തുടർന്ന് മാസങ്ങളോളം ഇത് തുടർന്നു. എൻ്റെ മോൻ്റെ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ്. നമ്മളൊരു സുഹൃത്തായിരുന്നു, എൻ്റെ അടുത്തൊരു സുഹൃത്തായിരുന്നു, വീടുമായി ബന്ധമുള്ളൊരു സുഹൃത്തായിരുന്നു. കഴിഞ്ഞ ഓണനാളിലാണ്, തിരുവോണ നാളിൽ നമ്മൾ ഫാമിലി ഒത്തും പിന്നെ കുറച്ച് ഫ്രണ്ട്സൊത്തും നമ്മൾ കഴിഞ്ഞ തിരുവോണ നാളിൽ ഒരു റിസോർട്ടിൽ നമ്മൾ ഓണം ആഘോഷിക്കാനായിട്ട് പോയിരുന്നു. അവിടെ വെച്ചാണ് മോൻ്റെ അടുത്ത് ഈ അനൂപ് ദാസ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് മോശമായിട്ട് പെരുമാറിയത്. അന്ന് അവിടെ ഞാനിങ്ങനെ അവിടെ കാലിന്റെ തീരത്തായിട്ട് ഇങ്ങനെ കാല് നോക്കി ഇരിക്കുവായിരുന്നു. ഇങ്ങനെ വേറുള്ള എല്ലാവരും ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ ഇങ്ങനെ കാല് നോക്കി നിൽക്കാൻ നേരത്ത് പെട്ടെന്ന് എൻ്റെ അടുത്തോട്ട് ഈ അനൂപങ്ങള് ഫോണിൽ എന്താ കാണിക്കാന്ന് പറഞ്ഞ് എൻ്റെ അടുത്തോട്ട് വന്ന് ഫോണിൽ എന്താ കാണിക്കാന്നും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് വേറെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഫോണിൽ എന്താ ഒരു വീഡിയോ കാണിക്കാന്നും പറഞ്ഞ് ഇങ്ങനെ എൻ്റെ ചിലരും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് എൻ്റെ തോളത്ത് കൈയിട്ടിട്ട് വേറൊരു കൈ കൊണ്ട് ഉടുപ്പിന്റെ അകത്തൂടി ഒന്ന് മുതുകത്തൊക്കെ കൈയിട്ട് ബോട്ടമില് തൊടയിലൊക്കെ പിടിച്ച് നുള്ളി. പെട്ടെന്ന് ഞാൻ പേടിച്ച് കൈ തട്ടി ഓടാൻ പോയപ്പോ എന്റെ പുറകെ ഉടുപ്പി വലിച്ചിട്ട് പറഞ്ഞ് കൈ ചൂണ്ടി പറഞ്ഞ് നീ ഈ കാര്യം ആർക്കെങ്കിലും പറഞ്ഞ് നിന്റെ അച്ഛനെ കൊല്ലുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ആദ്യത്തെ. ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച കുട്ടി സ്കൂളിലെ അധ്യാപികയോട് കാര്യങ്ങൾ തുറന്നു പറയുകയായിരുന്നു. ചൈൽഡ് ലൈൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി പോക്സോ കേസും രജിസ്റ്റർ ചെയ്തു. എന്നോട് വൈകിട്ട് വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോവാം എന്നാണ് അവർ വന്ന് പറഞ്ഞത് റിസോർട്ടില്. അപ്പൊ കാര്യം അന്ന് അവൻ സൂചിപ്പിച്ചില്ല, നമുക്ക് ഇവിടെ നിൽക്കണ്ട, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പം സ്കൂളിലെ സാറിനോടാണ് അവൻ കാര്യങ്ങളൊക്കെ പറയുണ്ടായത്. കാരണം അതിനുശേഷവും പലതവണ അവന് ഈ അനൂപ് ദാസ് ശാരീരികമായിട്ടൊക്കെ ഉപദ്രവിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. പിന്നെയും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഈ അനൂപങ്ങള് വീട്ടിൽ വന്നു അച്ഛനെയും തിരക്കി. ഞാൻ പറഞ്ഞ് അച്ഛൻ കുളിക്കുക അമ്മ ഇവിടെ ഇരിക്കാനെന്ന്. ഞാനും അനിയത്തി അവിടെ ദിവാന് ഈ കാർട്ടൂൺ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ആ അനൂപങ്ങള് എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ആദ്യമേ ഇരുന്നു. ദിവാന് ഒരു പത്രം ഉണ്ടായിരുന്നു, ആദ്യം ആ പത്രം വായിച്ചോണ്ടിരുന്നു. പിന്നെ അനൂപങ്ങള് അടുത്ത് വന്ന് എന്റെ പത്രം എല്ലാം വായിച്ചു കഴിഞ്ഞ് പത്രം മാറ്റി വെച്ച് കെട്ടിപ്പിടിച്ച് എന്റെ അടുത്തോട്ട് ചേർത്തിരുത്തിയിട്ട് ഇങ്ങനെ ഉടുപ്പിന്റെ അകത്തോട്ട് നിന്ന് കൈയിട്ട് യൂറിൻ പോകുന്നിടത്ത് പിടിച്ച് അമുക്കി തന്നു. പെട്ടെന്ന് ഞാൻ വേദന കരഞ്ഞു. അനീത്തിയപ്പം നോക്കി എന്നെ കരഞ്ഞ് എന്തിനാന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ പേടിച്ചു. എന്നിട്ട് ഓടുന്നതിന്റെ ഇടയ്ക്ക് അനൂപങ്ങളാണെങ്കിൽ അനൂപങ്ങൾ മുണ്ടൂരി എന്താ ബാഡ് കാണിക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് ഞാൻ അനീത്തി വിളിച്ച് വെളിയിലോട്ട് ഓടിയ സമയത്താണെങ്കിൽ പെട്ടെന്ന് എന്റെ പുറകെ ഓടി വന്നിട്ട് അവിടെ കിണറുണ്ടായിരുന്നു. എന്റെ കൈപ്പിനെ ഞങ്ങൾക്ക് പിടിച്ചിട്ട് പറഞ്ഞ് നീ ഈ കാര്യം ആർക്കേലും പറഞ്ഞാൽ നിന്റെ അനിയത്തെ ഈ കിണറ്റിയിട്ട് കൊല്ലും പറഞ്ഞ് പേടിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് സാറിനോട് പറഞ്ഞു. സാറ് മോനോട് കൗൺസിലിംഗ് ഒക്കെ ചെയ്തു. അതിനുശേഷം ചൈൽഡ് ലൈനിൽ വിട്ടു. ചൈൽഡ് ലൈനിലും കുട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരും കൗൺസിലിംഗ് നടത്തി. അതുമായി ബന്ധപ്പെട്ട് അവിടുന്ന് തിരുവനന്തപുരം സ്റ്റേഷനിലോട്ട് അവർ മെയിൽ ചെയ്തു പരാതി. അപ്പം അവിടുന്ന് തുടക്കം നമുക്കൊരു തണുപ്പം പ്രതികരണമാണ് ഉണ്ടായത്. എഫ്ഐആർ ഇടാനൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം എഫ്ഐആർ ഇട്ടു. മെയ് 1 തന്നെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടും പ്രതിയെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് കുടുംബം പറയുന്നത്. പ്രതിയായ അനൂപ് ദാസ് എന്ന വ്യക്തിക്ക് ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നും പ്രാദേശിക MLA അടക്കമുള്ള ഭരണകക്ഷി നേതാക്കളുമായുള്ള അടുപ്പം ഉപയോഗിച്ചാണ് അറസ്റ്റ് വൈകിപ്പിക്കുന്നതെന്നും കുടുംബം ആരോപിക്കുന്നു. എഫ്ഐആർ ഇട്ട് 1 മാസം ആവാൻ പോകുന്നു. ഇതുവരെ അനൂപ് ദാസ് എന്ന പ്രതിയുടെ വീട്ടിൽ പോലീസുകാർ അന്വേഷിക്കുകയോ
ഒന്ന് അതിന്റെ കേസിന്റെ ഒരു വിവരങ്ങളോ നമ്മളും അറിഞ്ഞിട്ടില്ല. പലാവർത്തി നമ്മൾ പലരെയും കൊണ്ട് ബന്ധപ്പെടുമ്പോൾ അത് കള്ളക്കേസാണെന്ന് പോലുമാണ് പോലീസുകാർ പറയുന്നത്. കാരണം അതിന് കാരണം ഈ അനൂപ് ദാസ് എന്ന് പറയുന്ന വ്യക്തി CPM എന്ന പാർട്ടിയിലും മുൻ MLA നൗഷാദുമായിട്ട് ഓഫീസുമായി നല്ല ബന്ധവും അയാളെ രാഷ്ട്രീയ സ്വാധീനമാണ് ഇതിന് കാരണം. നമുക്ക് നീതി തരേണ്ട പോലീസുകാർ പോലും ആ പ്രതിയുടെ കൂടെ നിൽക്കണമെന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത മാനസികാവസ്ഥയാണ് ഈ കുട്ടിയുടെ അച്ഛനെന്ന നിലയിൽ എനിക്കുണ്ടായിരിക്കുന്നത്. എൻ്റെ മോനുണ്ടായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ സംഭവം നടന്നതിൻ്റെ അന്ന് രാത്രി മോൻ കരഞ്ഞ് നിലവിളിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അച്ഛാ കുട്ടികളെ ആരെങ്കിലും കൊല്ലുമോ എന്നുള്ളത്. പക്ഷെ അന്ന് നമ്മൾ ഈ കാര്യം അറിഞ്ഞില്ലെങ്കിലും അന്ന് അവൻ നല്ല പേടിച്ചിട്ടാണ് എന്നോട് ഇത് പറയുന്നത്. നമ്മളിത് അറിഞ്ഞില്ല. അടുത്ത ദിവസം മോനെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മോനെ നമ്മള് മൂത്രമൊഴിക്കുന്ന സ്ഥലത്ത് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു. അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഓയിൽമെന്റ് വരെ തന്നൊരവസ്ഥയും അവന് പനിയും വരെ അടുത്ത ദിവസം ഉണ്ടായി. പനി, ശ്വാസം മുട്ട്, പേടിച്ചൊരവസ്ഥയിലായിരുന്നു മോൻ. അതിപ്പം പറയുമ്പോൾ തന്നെ എന്നെ കണ്ണു നിറയും. എനിക്കാണെങ്കിൽ ഈ വർഷത്തെ സ്കൂളിലെ പരീക്ഷ ഒന്നും നല്ലോണം എഴുതാൻ പറ്റില്ല. പിന്നെ സ്കൂളിൽ പരീക്ഷയ്ക്ക് ഫസ്റ്റ് മാർക്കും ഫുൾ മാർക്കൊക്കെ മേടിക്കുന്നതായിരുന്നു. ഈ വർഷത്തെ പരീക്ഷ ഞാൻ ഒന്നും മാർക്ക് പഠിച്ചിട്ട് എഴുതാൻ പറ്റില്ല. എല്ലാത്തിനും ഞാൻ പുറകിലോട്ടാണ് പഠിച്ച സബ്ജക്റ്റിലല്ല. എനിക്ക് എന്താ പോലെ ഭയങ്കര വിഷമവും കരച്ചിലൊക്കെയായിരുന്നു ഈ അനൂപ് എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രശ്നം കാരണം. അനൂപ് ദാസ് CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഭാരവാഹിത്വമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എല്ലായിടവും പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അവൻ ഇതുമായി പാർട്ടി രാഷ്ട്രീയം എന്നും പറഞ്ഞാണ് നടക്കുന്നത്. MLA ഓഫീസുമായിട്ടൊക്കെ നല്ല ബന്ധമാണ്. പ്രതിയെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്ന ആക്ഷേപം ശക്തമായതോടെ നീതി ആവശ്യപ്പെട്ട കുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകി. പ്രതിയെ ഉടനടി അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഈ ഒരു വാർത്ത അത് പുറത്തു വന്നാലെങ്കിലും ഉടൻ നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ സാമദ്രോഹിയെ അറസ്റ്റ് ചെയ്ത കാരാഗ്രഹത്തിൽ അടയ്ക്കണം. ഇദ്ദേഹത്തിന് മാതൃകാപരമായ ശിക്ഷ നൽകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ക്യാമറമാൻ സജിക്കൊപ്പം രജിത് കാര്യത്തിൽ വിസ്മയ ന്യൂസ്.